ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സന്തോഷമായിരിക്കല്ലേ എൻ്റെ മക്കള്? എപ്പോഴും സന്തോഷമായിരിക്കാനായിട്ട് നിരന്തരം ശ്രമിക്കും. നമുക്ക് ലൈഫിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. നമ്മൾ എത്ര പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയാലും, എത്ര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയാലും, നമ്മുടെ സന്തോഷം തകർക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അയ്യോ പത്തോന്ന് പറഞ്ഞ് കരുതിക്കൊണ്ടിരിക്കാതെ നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക. കാര്യം നമ്മൾ അത്രയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയെങ്കിലേ കൂടുതൽ കൂടുതൽ പോസിറ്റിവിറ്റി നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. കരഞ്ഞുകൊണ്ടിരുന്നാൽ കൂടുതൽ കൂടുതൽ കണ്ണുനീരിനെ അട്രാക്ട് ചെയ്യും. നിങ്ങളൊരു ഹ്യൂമൻ മാഗ്നറ്റ് ആണ്. നിങ്ങൾ കൂടുതൽ കൂടുതൽ എന്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അതിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യും. ആകർഷണ നിയമം പറയുന്നത് എന്താണ്? നിങ്ങൾ എന്തിലേക്ക് ഫോക്കസ് കൊടുക്കുന്നു നിങ്ങൾ അതിനെ അട്രാക്ട് ചെയ്യുന്ന. നിങ്ങൾ എപ്പോഴും സങ്കടത്തെക്കുറിച്ചാണ് നിരന്തരം ചിന്തിക്കുന്നതെങ്കിൽ കൂടുതൽ കൂടുതൽ സങ്കടത്തെ അട്രാക്ട് ചെയ്യും. നേരെ മറിച്ച് സന്തോഷത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ നല്ല സന്തോഷത്തെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസം നിങ്ങൾ പൂർണ്ണമായും സന്തോഷത്തിലിരിക്കാനായിട്ട് ശ്രമിക്കുക അറ്റ് എനി സിറ്റുവേഷൻ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നന്ദിയുള്ളവനെ അറിയാമല്ലോ, പ്രപഞ്ചം എല്ലാം തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ വീടിൻ്റെ മുറ്റത്തുകൂടെ ചെടികളും മരങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൂടെ നടന്നുകൊണ്ട് നന്ദി പറയുക. നമുക്ക് എത്രത്തോളം നന്ദി പറയുന്നു അത്രയും കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ നമ്മുടെ ലൈഫിലൊരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ആ സമയത്ത് എങ്ങനെ സന്തോഷമായിരിക്കാം. നമ്മൾ റോബോട്ടൊന്നുമല്ല, നമുക്ക് ഇമോഷൻസ് ഒക്കെ വരും. പക്ഷേ ആ ഇമോഷൻസിൽ കൂടുതൽ സമയം നിൽക്കാതെ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് സമയം നമ്മൾ ഈ നെഗറ്റിവിറ്റിയിൽ നിൽക്കുമ്പോഴാണ് പിന്നീട് അത് ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം. തളരണോ വളരണോ? തളർന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കണോ അതോ എനിക്ക് ജീവിതത്തിൽ വളരണോ? ഓരോ അവസരങ്ങളും ലൈഫിലേക്ക് കടന്നു വരുന്നത് വളരാനുള്ള അവസരങ്ങളും കൊണ്ടാണ്. ടീച്ചർമ്മയുടെ ലൈഫിൽ ഒരു വലിയ സിറ്റുവേഷൻ ഉണ്ടായി. ജോലി നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് വളരാൻ പറ്റില്ലായിരുന്നു, അല്ലേ? അപ്പോൾ ഇപ്പോഴും കുറേയധികം സിറ്റുവേഷൻസ് ലൈഫിലുണ്ട്. ഇതൊക്കെ എന്തിനാ? നമ്മളെ കൂടുതൽ കൂടുതൽ കരുത്തരാക്കാനും സ്ട്രോങ് ആക്കാനും കൂടുതൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് എത്തിച്ചു തരാനും വേണ്ടിയിട്ടാണ്. അപ്പം മോശം അവസരങ്ങളിൽ നിന്നും എനർജി ഉൾക്കൊണ്ടുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്ന് ടീച്ചർ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇടുന്നത്. ചെറിയ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ വലിയ വീഡിയോസ് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ നല്ല സന്തോഷമായിരിക്കുക, സമാധാനമായിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ രാവിലെ ടീച്ചറുമായി കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കുക. അതുകൊണ്ടാണ് ഇത്രയും തിരക്കിനിടയിലും ടീച്ചർ ഓടി വന്ന് വീഡിയോ ഇട്ടത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇനി വരും ദിവസങ്ങളിൽ ഇടാം. അപ്പോൾ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ നന്ദി. ലവ് യു ഓൾ. ബൈ ബൈ.